ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഐറിഷ് ഫ്രേസസ് ആൻഡ് സ്ലാങ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനാണ്. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് അതും പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പം ഞാനിത് വീണ്ടും ഈ ടോപ്പിക്കിനെ കുറിച്ച് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ അയർലൻഡിൽ ഇനീഷ്യലി വന്നപ്പോൾ എനിക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു എന്ന് വേണേൽ പറയാം ഈ ഐറിഷ് സ്ലാങ് ആൻഡ് ഫ്രേസസ്. അപ്പോൾ ഇത് അറിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ ഐറിഷ് സ്റ്റാഫ്സും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരെ വന്നത്. അപ്പം അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന നഴ്സുമാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഫ്രേസ്, യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്. യു ആർ ഇൻ സേഫ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് പാനിക്കാണ്, പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് പേഷ്യൻസിനോട് പറയാം, ഡോണ്ട് ബി പാനിക്, യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്. നിങ്ങളൊട്ടും പേടിക്കേണ്ട, നിങ്ങളെ വളരെ കൃത്യമായ കരങ്ങളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കിട്ടും, നിങ്ങൾ പെട്ടെന്ന് റിക്കവർ ആവും. ആ ഒരു ഇതിലേക്ക് അങ്ങനെ പേഷ്യൻറ്റിനെ റീഅഷ്യൂർ ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്. അപ്പം നെക്സ്റ്റ് ഫ്രേസ് എന്ന് പറയുന്നതാണ് ഹൗ ഈസ് തിങ്സ് എന്ന് പറഞ്ഞാൽ, അതൊരു കാഷ്വൽ ചെക്കിംഗ് ആണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ അറിയാനായിട്ട് ഇപ്പം നമ്മുടെ കൊളീഗ്സൊക്കെ നമ്മളോട് വർക്ക് പ്ലേസിലേക്ക് കൂടുതലും ചോദിക്കാനുള്ള കാര്യമാണ് ഹൗ ഈസ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാഷ്വൽ ചെക്കിങ്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് അറിയാം. നെക്സ്റ്റ് വൺ ആണ് എനി ജോയ് വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞാൽ എനി ഹോപ്പ് വിത്ത് ദാറ്റ്, അല്ലെങ്കിൽ എനി പ്രോഗ്രസ് വിത്ത് ദാറ്റ്, അല്ലെങ്കിൽ എനി സക്സസ് വിത്ത് ദാറ്റ്. ആ ഒരു കാര്യം, നമ്മളൊരു ഫോൺ നമ്മൾ വിളിച്ചു, ഓക്കെ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു മെയിൽ ചെയ്തു, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നൊരു ഫ്രേസാണ്. ഇതും കൂടുതലും നമ്മുടെ കൊളീഗ്സൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ഫ്രേസാണ് കേട്ടോ. ഓക്കെ, എനി ജോയ് വിത്ത് ദാറ്റ്. നെക്സ്റ്റ് വൺ, ഗീവ് അസ് എ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് മീ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് ഗീവ് അസ് എ ഹാൻഡ്. നെക്സ്റ്റ് വൺ, ക്യാൻ യു ഗീവ് മീ എ ഡിഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ സെയിം ഫ്രേസ് തന്നെയാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, ക്യാൻ യു ഗീവ് മീ എ ഡിഗ് ഔട്ട്. ഓക്കെ, അപ്പം ഇത് നമുക്ക് വളരെ വിചിത്രമായി തോന്നും ഈ ഒരു ഫ്രേസ്, പക്ഷേ എന്നെ ഒന്ന് സഹായിക്കാവോ എന്നുള്ള സെയിം മീനിങ് ആണ് ഇതിലും വരുന്നത്. നെക്സ്റ്റ് വൺ, വിൽ കീപ്പ് ആൻ ഐ ഓൺ ഇറ്റ്. എന്ന് പറഞ്ഞാൽ ഞാൻ അത് മോണിറ്റർ ചെയ്യുക, ഞാനത് മോണിറ്റർ ചെയ്തോളാം. ഐ വിൽ മോണിറ്റർ അല്ലെങ്കിൽ വി വിൽ മോണിറ്റർ എന്നുള്ള ഒരു ഇതാണ്, അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹീ ഈസ് നോട്ട് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ അവനല്ല, ആ ഒരു ഇതല്ല വരുന്നത്. അവൻ എന്തോ പ്രശ്നമുണ്ട്, മീൻസ് അവനെന്തോ ഒരു അസുഖമുണ്ട്, അവൻ അത്ര നോർമൽ അല്ല, അല്ലെങ്കിൽ അവൻ അൺവെൽ ആണെന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഹീ ഈസ് നോട്ട് ഹിംസെൽഫ്, ഹീസ് ബിറ്റ് അൺവെൽ എന്നുള്ള മീനിങ് ആണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, പോപ്പ് യുവർ സെൽഫ്. അത് നമ്മൾ മിക്കപ്പോഴും കേൾക്കുന്നതാണ്. പോപ്പ് യുവർ സെൽഫ് ഇൻ ടു ദ ബെഡ്, അല്ലെങ്കിൽ പോപ്പ് യുവർ സെൽഫ് ടു ദ ചെയർ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഇൻ ടു ദ ബെഡ്, അല്ലെങ്കിൽ സിറ്റ് ഓൺ ദ ചെയർ എന്നുള്ള മീനിങ്. അല്ല, ബെഡിലിരുന്ന് കിടക്കുമോ, അല്ലെങ്കിൽ ഈ ചെയറിലൊന്ന് ഇരിക്കുമോ എന്നൊക്കെ പറയുന്ന ഒരു നോർമലി അവർ പറയുന്ന ഐറിഷ് സ്റ്റാഫ്സ് നോർമലി പറയുന്ന ഒരു ടേമാണ് പോപ്പ് ഇൻ ടു ദ ബെഡ്. ഓക്കെ, അപ്പം ഇത്രയും ടേംസാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ടേംസുകളെല്ലാം ഞാൻ വീഡിയോയിൽ ഈ ടേംസ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.